ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ PSC കേട്ടറ്റ് പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ മുന്നത്തെ വീഡിയോകളിലൂടെ നോക്കിയ 5ാമത്തെ ചാപ്റ്ററായ കയ്യെത്തും ദൂരത്തെ ആകാശം എന്ന ചാപ്റ്ററിലെ 1 വേർഡ് ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണം ഏതാണ്? ഏത് നക്ഷത്രത്തിനെയാണ് നമ്മൾ ഡിസംബർ മാസത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്നത്? ആൻസർ വേട്ടക്കാരൻ. അപ്പോൾ ഇതിന് വേട്ടക്കാരൻ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? ഈ നക്ഷത്രഗണത്തിലെ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഇതിന് വേട്ടക്കാരൻ എന്ന പേര് വന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വ്യക്തമായി വടക്കൻ ചക്രവാളത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രഗണമേത്? ആൻസർ സപ്തർഷികൾ. അപ്പം ഇന്ത്യയിലാണ് ഈ നക്ഷത്രഗണത്തിന് സപ്തർഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാരണം എന്താണ്? 7 നക്ഷത്രങ്ങളെ കൃത്യമായി കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: യൂറോപ്യൻ രാജ്യങ്ങളിൽ സപ്തർഷികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ബിഗ് ഡിപ്പർ. യൂറോപ്യൻ രാജ്യങ്ങളിലെ ബിഗ് ഡിപ്പർ എന്നും ഇന്ത്യയിലെ സപ്തർഷികൾ എന്നുമാണ് ഈ നക്ഷത്രഗണം അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഏത് നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് സപ്തർഷികൾ കാണപ്പെടുന്നത്? ആൻസർ അർസ മേജർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹം ഏത്? ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശഗോളങ്ങളെയാണ് ഉപഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിക്കൊരു ഉപഗ്രഹമുണ്ട്, പ്രകൃതിദത്ത ഉപഗ്രഹമുണ്ട്. ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ. ഇനി അതുപോലെ തന്നെ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം കൂടിയാണ് ചന്ദ്രൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏത്? ആകാശഗോളം ചന്ദ്രനും പിന്നെ അതുപോലെ നക്ഷത്രം എന്ന് എടുത്ത് ചോദിച്ചാൽ സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം എന്നെടുത്ത് ചോദിച്ചാൽ സൂര്യൻ. ഇനി സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8. അടുത്ത ക്വസ്റ്റ്യൻ: GPS ഫുൾ ഫോം എഴുതാനാണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. നെക്സ്റ്റ്: വാർത്താവിനിമയത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? അതായത് നമ്മുടെ ഇന്ത്യ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൃത്രിമ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ വാർത്താവിനിമയത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഇൻസാറ്റ്. ഇനി അടുത്തത്: വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? എഡ്യൂസാറ്റ്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സംഘടന ഏത്? സംഘടനയുടെ പേരാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, അതായത് ISRO. അപ്പോൾ ഈ ISRO നിലവിൽ വന്ന വർഷം 1969 ഓഗസ്റ്റ് 15. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. അപ്പോൾ ISRO നിലവിൽ വന്നത് 1969 ഓഗസ്റ്റ് 15. അതിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? ആൻസർ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അപ്പം അത് സ്ഥിതി ചെയ്യുന്നത് സ്ഥാപിച്ചത് 1963 നവംബർ 21. ഇനി അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ അത് സ്ഥാപിച്ചത് 1971. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ. അടുത്തത്: ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരികൾ, ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുള്ള ആദ്യത്തെ മനുഷ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും. ഏത് വാഹനത്തിലാണ് അവർ ചന്ദ്രനിൽ ഇറങ്ങിയത്? അപ്പോളോ 11 എന്ന വാഹനത്തിൽ. അപ്പോളോ 11 എന്ന പേടകം നിയന്ത്രിച്ചത് ആരായിരുന്നു? മൈക്കൽ കോളിൻസ്. ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് ഇന്ന് 1969 ജൂലൈ 21. ഏത് ബഹിരാകാശ ഏജൻസിയാണ് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ചത്? നാസ. അപ്പോൾ 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനുമാണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത്. മൈക്കിൾ കോളിൻസ് ആണ് അവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. അപ്പോളോ 11 എന്ന പേടകത്തിലാണ് അവർ പോയത്. അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയാണിത് പറഞ്ഞയച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1. സ്പുട്നിക് 1 വിക്ഷേപിച്ച വർഷം 1957 ഒക്ടോബർ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അന്താരാഷ്ട്ര ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ.
ഇനി ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ. എത്ര എണ്ണം ഉണ്ട്? ചന്ദ്രയാൻ 1, 2, 3. ഫസ്റ്റ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതെന്നാണ്? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതെന്ന്? 2019 ജൂലൈ 22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? 2023 ജൂലൈ 14. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമേത്? ചന്ദ്രയാൻ 3. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമേത്? എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗഗൻയാൻ. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏത്? ആസ്ട്രോസാറ്റ്. അപ്പം ഈ പാഠത്തിലെ 1 വേർഡ് ആൻസേഴ്സ് വരുന്ന ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.